വിചേട്ടാ നമസ്കാരം. നമസ്കാരം. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മറ്റേ വേട്ടാവളിയൻ വീണ്ടും ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ പിന്തുണ ട്രംപിൻ്റെതാണ് കേട്ടോ. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ ട്രംപിന്റെ പിന്തുണ. ഞാനിത് അതിശയോക്തി പറയുന്നില്ല, സത്യമായിട്ട് പറയുന്നത്. അവൻ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെ മണ്ണിൽ പോയി പാകിസ്ഥാൻ ഇയാള് വ്യവസായി സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ പങ്കെടുത്ത് അവിടെ ട്രംപിന്റെ പിന്തുണയോടുകൂടി പറഞ്ഞിരിക്കുകയാണ്, സിന്ധു നദീജലം ഒരുത്തന്റെ തന്തയുടെ വകയല്ല. ഇന്ത്യ അവിടെ ഡാം കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ 10 മിസൈലുകൾ ഉപയോഗിച്ച് ആ ഡാം തകർക്കും. അറിയാമല്ലോ, ഞങ്ങൾ ന്യൂക്ലിയർ പവർ ആണ്. ആ ന്യൂക്ലിയർ പവർ ഞങ്ങൾ പ്രയോഗിച്ചിരിക്കും. ഇന്ത്യക്ക് നേരെ നിരന്തരം ന്യൂക്ലിയർ പവർ പ്രയോഗിക്കാനുള്ള നീക്കം നടത്തുകയാണ്. പക്ഷെ ഇത്തവണ ട്രംപിന്റെ പിന്തുണയുണ്ട് അതിന്. അമേരിക്കൻ മണ്ണിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ അസീം മുനീർ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരം പറയുന്നതിന്റെ അർത്ഥം യവന്മാര് ഒരു അടി ഉണ്ടാകുമ്പോൾ തന്നെ യവന്മാര് അത് എങ്ങനെ ഒരു ബുള്ളറ്റിനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ ആ ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ യവന്മാർ ആദ്യം ഇന്ത്യ ഒരു ബുള്ളറ്റ് അങ്ങോട്ട് അയച്ചാൽ നേരെ ന്യൂക്ലിയർ വെപ്പൺസ് കൈവയ്ക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പെട്ടെന്ന് ന്യൂക്ലിയർ എടുത്തു എന്നുള്ളതിന്റെ തെളിവ് മാത്രമാണ്. 25 ലക്ഷം 25 ലക്ഷമോ 25 കോടിയോ, അത് എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അത്രയും ആൾക്കാർ ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ് എന്നാണ് ഇപ്പോൾ ഈ അസീം മുനീർ പറഞ്ഞിരിക്കുന്നത്. അതായത് അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് അവൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട്, അത് അസീം മുനീർ. പോരാത്തതിന് ഇന്ത്യക്ക് മേലുള്ള 25% താരിഫ് വന്നു കഴിഞ്ഞു. ആ താരിഫ് പ്രകാരം പല ഇന്ത്യൻ കമ്പനികളും വസ്ത്ര കമ്പനികളിൽ നിന്നുള്ള ഓർഡറുകൾ റദ്ദാക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തു. ഇതെല്ലാം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം കുറവുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാന് താരിഫ് കുറച്ചു, ഇന്ത്യക്ക് കൂട്ടി. ഇന്ത്യയിലുള്ള സകല വ്യവസായങ്ങളും പാകിസ്ഥാൻ എടുത്തു കൊടുക്കാനാണ് ഇപ്പോൾ അമേരിക്ക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇയാൾ അവിടെ ചെന്നിട്ട് ഈ ഭക്ഷണം കഴിച്ച് ഇന്ത്യക്കെതിരെ പറഞ്ഞ ഈ സാധനത്തിന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത്താഴ നയതന്ത്രം എന്നാണ്. നമ്മൾ മുങ്ങിയാൽ നമ്മൾ ലോകത്തെ മുക്കും. അവന്റെ പോയിന്റ്സ് മാത്രം ഞാൻ പറയാം. അവൻ പറഞ്ഞതാണ്, ഞങ്ങൾ മുങ്ങിയാൽ ഞങ്ങൾ ലോകത്തെ മുക്കും. അറിയാലോ, ഞങ്ങൾ ആണവ രാജ്യമാണ്. ഇപ്പോഴും മിസൈലുകൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് ഒരു കുറവുമില്ല. ട്രംപിന്റെ താരിഫുകളുടെ ആഘാതം ഇന്ത്യയിൽ നിന്ന് റദ്ദാക്കിയ ഓർഡറുകൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്ക് പോയി. തിരുപ്പൂരിലെ തുണി വ്യവസായത്തിന് 6000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള വിസ, അമേരിക്കൻ വിസ 28% കുറഞ്ഞു. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾക്കുള്ള വിസ 28% കൂടി. ഇതാണ് ഏറ്റവും വലിയ വാർത്ത. ഇന്ത്യക്ക് ചുവന്ന കണ്ണും പാകിസ്ഥാന് ചുവന്ന പരവതാനിയും. സിന്ധു നദീജല കരാറിൽ നിർത്തിയിട്ട് അവിടെ അണക്കെട്ട് പണിയാൻ സാധിക്കില്ല എന്നൊക്കെ ഇവൻ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. നമ്മുടെ സേനാ പ്രമുഖായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി, അദ്ദേഹം രംഗത്തെത്തുകയാണ്. അദ്ദേഹം രംഗത്തെത്തിയിട്ട് പറയുകയാണ്, പാക് സെ ജൽദി ഹോ സക്താ ഹെ അഗ്ലാ യുദ്ധ്. ഇത് NDTV റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് ഹിന്ദിയിൽ വായിച്ചത്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പൊ പാകിസ്ഥാനുമായിട്ട് ഉടനെ തന്നെ അടുത്തൊരു യുദ്ധത്തിനകത്തുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നമ്മുടെ സേനാ പ്രമുഖ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ബിപിൻ റാവത്ത് ഉണ്ടല്ലോ, ചീഫ് ഓഫ് ഡിഫൻസ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കടമെടുത്തു. അദ്ദേഹമാണ് ഈ വാക്ക് ആദ്യം പറയുന്നത്. അതായത് നമ്മൾ തുറക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് 2 ഫ്രണ്ടുമായിട്ടല്ല, 2.5 ഫ്രണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. 2.5 ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്താ ഈ 2.5 ഫ്രണ്ട്. എന്നിട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബിപിൻ റാവത്താണ് ഈ വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത്. അതായത് ഒന്ന് പാകിസ്ഥാൻ യുദ്ധമുഖം, മറ്റൊന്ന് ബംഗ്ലാദേശോ ചൈനയോ ആകാം. 0.5 അതൊരു 0.5%. അതെവിടെയാണ്? അത് രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര കലാപകാരികളാണ്. ഈ ആഭ്യന്തര കലാപകാരികളെയും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കോട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഉപേന്ദ്ര ദ്വിവേദിയാണോ, അതേ എയർഫോഴ്സിന്റെ പ്രമുഖാണോ, നേവിയുടെ പ്രമുഖാണോ, അതെ ആർമി പ്രമുഖാണോ എന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല. ഞാൻ ആ വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസിൽ വായിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി നമ്മളെ 3 പേരെ വന്ന് കണ്ടിരുന്നു. എന്നിട്ട് പ്രധാനമന്ത്രി ഞങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ 2 തട്ട് തട്ടി. എന്നിട്ട് പറയുകയാണ്, ആർക്കൊക്കെയാണ് ഇത്തവണ പാകിസ്ഥാനെ അടിക്കാൻ ചാൻസ് കിട്ടാത്തത്, വിഷമിക്കണ്ട, നമുക്ക് അടുത്ത തവണ തരുമ്പോ നമുക്കത് എല്ലാം തീർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു നേവിയാണോ ദ്വിവേദിയോടാണോ പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അദ്ദേഹം കൈ ഇങ്ങനെ തട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. വലിയ വാർത്തയാണ്, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പം മറക്കണ്ട, നമ്മൾ റെഡിയായിരിക്കുകയാണ് എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഈ അമേരിക്കയുടെ കൂടെ ചേർന്ന് നിന്ന് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ പോവുകയാണോ? പാകിസ്ഥാനുള്ള ധൈര്യമുണ്ടോ? അമേരിക്കയെ പാകിസ്ഥാൻ വിശ്വസിക്കുമോ? ഒന്നുമില്ല, യുക്രൈനെ വെറുതെ കാണിച്ചു കൊടുത്താൽ മതി. കേറി അടി എന്ന് പറഞ്ഞിട്ട് അവസാനം അമേരിക്കയോട്
ഒരു സഹായം ചോദിച്ചപ്പോൾ അമേരിക്ക കൈമലത്തി കാണിച്ചു ഏത് യുക്രൈൻ എന്ത് യുക്രൈൻ എന്ന് പറയും. അതുപോലെ ആവോ പാകിസ്ഥാന്റെ അവസ്ഥ? എന്ത് തോന്നുന്നു? ഇപ്പോ ഈ അദ്ദേഹം പറഞ്ഞ വരികൾ തന്നെ അദ്ദേഹത്തിന് ഭയമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞ 250 ദശലക്ഷം പേർ ഇപ്പോൾ പട്ടിണിയിലാണ് പാകിസ്ഥാനിൽ, ഈ വെള്ളം കിട്ടാത്തത് മൂലം. അതാണ്ട് 25 കോടി അല്ലേ, കറക്റ്റ് 250 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 25 കോടി പട്ടിണിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇന്ത്യ ബെൻസ് കാറാണ്, ബെൻസ് ഞങ്ങൾ പാണ്ടിലോറി എന്നല്ല, ഒരുപാട് മണലും കല്ലും നിറച്ചൊരു ലോറിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഇടിക്കാം, ഞങ്ങൾ ഇടിച്ച് നശിപ്പിച്ച് കളയും, ഞങ്ങൾ നശിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ലോകത്തിന്റെ പകുതി രാജ്യങ്ങളെയും കൊണ്ടേ പോകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ഇനി ഇന്ത്യ എന്തെങ്കിലും പണി നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ പണി കിട്ടും എന്ന് പറയുന്ന അതും കൂടെ അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ്. ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസീം മുനീർ ഇപ്പോൾ പാകിസ്ഥാന്റെ എല്ലാമായ മാറി. അതായത് മുമ്പ് ഒരു സേനാ മേധാവി മാത്രമല്ല, പ്രസിഡന്റും പ്രധാനമന്ത്രിയും എല്ലാം. മുനീറിനപ്പുറത്തേക്ക് വാക്കുകൾ ഇല്ല. നമ്മൾ കണ്ടതാണ് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഷഹബാസ് ഷെരീഫ് ഒരു ട്രോഫിയൊക്കെ കൊടുത്തിരുന്നു മുനീറിന്, ഏറ്റവും മികച്ച സേവനം ചെയ്ത് പാകിസ്ഥാനിലെ ജനങ്ങളെ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉന്നത പദവി കൊടുക്കുന്നത് അപ്പോഴാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ട്രംപുമായിട്ട് ഇപ്പൊ അതിന്റെ രസകരമായ വാർത്തയാണ്, ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസിയുടെ കേന്ദ്രം അമേരിക്ക ആക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ബുദ്ധി. അതിന്റെ ഭാഗമായിട്ട് ട്രംപിന്റെ മോളും മോനും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് മുനീറിന്റെ കരാർ ഒപ്പുവെച്ചു. പക്ഷെ അത് നഷ്ടക്കച്ചവടമാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ട്രംപിന്റെ വാക്ക് കേട്ടിട്ടാണ് ഈ ഇത്. പക്ഷെ ശ്രദ്ധേയമായ ഒരു കാര്യം, അമേരിക്കയുടെ മണ്ണിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ, ഒരു ആണവ രാജ്യത്തിന്റെ സൈന്യാധിപൻ ആണവ വെല്ലുവിളി നടത്തുന്ന ചരിത്രത്തിൽ ആദ്യമാണ്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ഒരു രാജ്യത്ത് നിന്നിട്ട് വേറൊരു രാജ്യത്തിനെതിരെ ഒരു രാജ്യത്തിന്റെ ഇത് നടക്കില്ല. അത് വലിയൊരു തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. ട്രംപ് ഉള്ളപ്പോൾ പിന്നെ അവിടെ എന്തഴിഞ്ഞാട്ടവും നടക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കയിൽ പോയിട്ട് അസീം മുനീർ ഇത് പറഞ്ഞത്. അത് തന്നെയാണ് ചില മാധ്യമങ്ങൾ വലിയ തലക്കെട്ടാക്കിയത്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ അമേരിക്കയെ റഷ്യക്ക് ആക്രമിക്കണമെങ്കിൽ അത് ഇന്ത്യ വന്നിട്ട് പുടിൻ പറയണം ഞങ്ങള് അമേരിക്ക ആക്രമിക്കുന്നു, അതിനകത്ത് ഒരു ഔചിത്യം എന്താണത് എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ രാജ്യത്ത് നിന്നിട്ടാണ് അത് പറയുന്നത്. അങ്ങനെ പറയാറില്ല ആരും, പക്ഷെ അങ്ങനെ പറയാൻ അനുവദിച്ചു എന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ ഇത്. ഇതില് ട്രംപ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഈ താരിഫിന്റെ യുദ്ധം പൊളിഞ്ഞു തുടങ്ങി. അതായത് അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള ഇൻഫ്ലാക്ഷൻ വന്നു, താരിഫിന്റെ പൊളിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ചൊറിയുക. മുമ്പും ഇതിപ്പോ അമേരിക്ക ആദ്യമായിട്ടല്ല ഇന്ത്യ ചൊറിയുന്നത്. ഈ പാകിസ്ഥാനിൽ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ ഈ അമേരിക്കൻ ഫണ്ട് തന്നെയാണ്. അത് അവിടുത്തെ കാജ എന്ന് പറയുന്നവരുടെ വിദേശകാര്യമന്ത്രി UK പോയപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു, 30 വർഷമായിട്ട് ഇവന്മാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളെ, അതല്ലാതെ ഞങ്ങൾ ഭീകരന്മാരെ ഉണ്ടാക്കുന്നില്ല, അവന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നു, ഞങ്ങൾ ഇപ്പൊ ഇവിടെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഞങ്ങളെ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ വിദേശകാര്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഇത് പുതിയ ഇത് അല്ല സംഭവം. അപ്പം ഈ രീതിയിലാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭീകര പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് നമ്മളുടെ കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, നമ്മളൊരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്, ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്ന്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്, അല്ലാതെ പൂർണ്ണമായും നിർത്തിയതല്ല. ഒരു ചെറിയ ബ്രേക്കാണ് കൊടുത്തത്. ആ ബ്രേക്ക് കൊടുത്തപ്പോൾ തന്നെ നമ്മളൊരു വലിയ സന്നാഹം, വീണ്ടും ഒരു വലിയ തിരിച്ചടി ഇവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ലോകം മുഴുവൻ ഇപ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ ചൈനയുമായി കുറച്ചുകൂടെ കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു ഭാഗം സേഫാക്കി നിർത്തുക, അവിടെ ഒരു സേഫ് മോഡിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ നല്ല അടി കൊടുക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ലോകം ഒരു യുദ്ധത്തിന്റെ നെറുകയിലാണ്. അതിന് കാരണക്കാരൻ ഇത്തവണ ട്രംപ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ട്രംപ് ഈ അലാസ്കയിൽ പോയിട്ട് 15-ാം തീയതി ചർച്ച നടത്തുന്നു എന്ന് പറയുന്നു. ആ ചർച്ച പൊളിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ പ്രവിശ്യ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കോംപ്രമൈസിന് സെലൻസ്കി സമ്മതിക്കില്ല. ഇനി സെലൻസ്കി ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ ഇല്ലെന്നുള്ള, കാരണം സെലൻസ്കി പറയുന്നുണ്ട് എന്നെ വിളിക്കാതെ ഈ ചർച്ച നടക്കില്ലെന്ന്. പക്ഷേ റഷ്യ പറയുന്നത് സെലൻസ്കി ഇല്ല, ഞാനും ട്രംപും തമ്മിൽ ചർച്ച എടുത്ത് ഞങ്ങളൊരു തീരുമാനമെടുക്കും, ഇതിനുശേഷം സെലൻസ്കിയെ വിളിച്ച് പറയും, അങ്ങനെ പിന്നീട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതാണ്. പക്ഷെ സെലൻസ്കി വരുന്നു എന്ന് പറയുന്ന ചർച്ചയ്ക്ക് വരുമ്പോൾ അദ്ദേഹം സമ്മതിക്കില്ലല്ലോ ഈ സ്ഥലം വിട്ടു കൊടുക്കാനായിട്ട്. അവിടെ അതിൽ തന്നെ തട്ടി തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ ട്രംപ് ആയതുകൊണ്ട് ഈ ചർച്ചയായി കഴിഞ്ഞ് ആദ്യം പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരെ വിളിച്ചു പറയും എല്ലാം കോംപ്രമൈസ് ആയിട്ടുണ്ട്, ഞാൻ യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് പുള്ളി വീട്ടിൽ പോവും, വൈകുന്നേരം പിന്നെ അടി തുടങ്ങും.
അപ്പം ഈ ഒരു സാഹചര്യം, പിന്നെ ചൈന തായ്വാനെ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം അത് കൺഫേം ആയിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾക്കെതിരെ ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ യുദ്ധം വെക്കുന്നതെന്ന് വെച്ചാൽ ജയിക്കാനോ വെട്ടിപ്പിടിക്കാനോ ഒന്നും അല്ല ആരും വെക്കുന്നത്, സാമ്പത്തികമായി തറക്കുക. ഇപ്പോൾ ഈ ഒരു വാറ് ഇന്ത്യയിൽ ഇപ്പൊ നടത്തുക എന്നുള്ളത് ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കറിയാം. നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ ഓരോ ദിവസവും നമുക്ക് ചെലവാകുന്നത് ചില ദിവസങ്ങളിൽ 1500 കോടി രൂപ വരെയാണ് പെർ ഡേ നമുക്ക് ചെലവായത്. അതെ അതെ. കാർഗിൽ ദിവസം, ആ കാർഗിലിന്റെ കാലഘട്ടമല്ല ഇപ്പോൾ അതിലും വലിയ എക്സ്പെൻസീവ് ആണ് നമ്മുടെ യുദ്ധങ്ങളെല്ലാം തന്നെ. നമ്മുടെ ബ്രഹ്മോസിന്റെ പക്ഷെ ഒക്കെ വില ഇതില് നമുക്ക് ഏകദേശം കണക്കൂട്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ചേട്ടാ, ഈ പാകിസ്ഥാൻ ഇത്തവണ കുറച്ച് ശക്തരാണെന്ന് തോന്നുന്നില്ലേ? അമേരിക്ക പാകിസ്ഥാനെ ബാക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ? അതാണ് ഇതിലൊരു ചോദ്യം മനസ്സിൽ ഇപ്പൊ തോന്നുന്നു. അത് ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അമേരിക്ക ബാക്ക് ചെയ്ത് അമേരിക്ക വന്ന് സഹായിക്കുക എന്നുള്ളതല്ല. കാരണം അമേരിക്കയുടെ കൂടെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ആണവായുധം ഉപയോഗിക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം അമേരിക്ക ഒരു രാജ്യം ബാക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷെ അവർ വിചാരിക്കുന്നതൊക്കെ കാര്യം നിൽക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കഥ. ഇവിടെ ഇപ്പോൾ ഈ അസീം മുനീർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ട്രംപിന്റെ അടുത്ത ആളാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ മാസം 2 മാസത്തിനിടയ്ക്ക് 4 തവണയോ മറ്റോ മുനീർ അമേരിക്കയിൽ പോയിരുന്നു. ഇപ്പൊ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം, താനൊരു പ്രബലനാണെന്നും ശക്തനാണെന്നും കാണിക്കാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും മുനീർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി പറയുന്നത് ഞങ്ങൾ അടിക്കും ഇടിക്കും. ഇത് മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നതാണ് പുള്ളി. അപ്പം എന്താ വെച്ചാൽ പാകിസ്ഥാനിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടും ഇല്ല ഇന്ത്യക്കെതിരെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ മുനീർ ആയതുകൊണ്ട് പറച്ചിൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു അഭ്യാസം കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സെപ്റ്റംബർ 22 മുതൽ എല്ലായിടത്തും ഒരു റെഡ് അലർട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങൾക്കും മറ്റുമൊക്കെ. അപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ്. അത് എന്ന് നടക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർ താഴെ ചോദിക്കും, നിങ്ങൾക്ക് ഇത് കുറെ നാളുകൊണ്ട് പറയാൻ തുടങ്ങിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആസന്നമാണ് ഒരു യുദ്ധം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഏത് സമയം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ ട്രംപിന്റെ നയതന്ത്ര നീക്കം ഇല്ലെങ്കിൽ ഇപ്പൊ നടത്തുന്ന ഒരു ചർച്ച, പുട്ടിനുമായി നടത്തുന്ന ചർച്ച പാളിയാലും അത് സംഭവിക്കും. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഈ എന്താണ് പറയുന്നത്, എന്തായാലും ഇവന്മാരെല്ലാം കൂടെ എനിക്ക് പണി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ആരും മുമ്പോട്ട് പോകും, ഇവന്മാരൊക്കെ സാമ്പത്തികമായിട്ട് നമുക്ക് തകർക്കണം. കാരണം ഇന്ത്യക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഓഹരി വിപണിയിലൊന്നും വലിയ ഇടിവും കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, വളരെ നാമമാത്രമായ ഇടിവാണ്. അപ്പം പക്ഷെ അതല്ലെന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ലത് ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കോട്ടവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കിറ്റക്സിന്റെ ആ ഓണർ ഒരു ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, UK ഇവിടെ അവിടെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലേ, ഇന്ത്യ തന്നെ നല്ലൊരു വിപണിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. കാരണം ഇതൊരു വലിയ വിപണിയാണ്. അപ്പൊ വലിയ കച്ചവടം നമുക്ക് അങ്ങോട്ടേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് നമ്മളുമായിട്ടൊരു കരാർ വെക്കുന്നതാണ് അവരെ സംബന്ധിച്ച് നല്ലത്. കാരണം ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മള് അവരുമായിട്ടുള്ള ബോയിങ് വിമാനം നമ്മൾ തൽക്കാലം നിർത്തിവെച്ചു, ആയുധങ്ങൾ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചു. ഇത് ആർക്കാണ് നഷ്ടം? അവർക്കാണ്, നമുക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി ഏതാണ്ട് 60% ആയുധങ്ങളും റഷ്യയുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ നമ്മളും കൂടെ സംയുക്തമായിട്ട് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയോട് മാത്രമുള്ള ഒരു പോർവിളിയല്ല, ഇത് എല്ലാവർക്കും ഉള്ള ഒരു പോർവിളിയാണ്. കാരണം ഇത് തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള കാരണം. ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പരിസരത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ഒരു ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. അതിന് സമാനമായി തന്നെയല്ലേ ഇപ്പൊ അസീം മുനീർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് ഇത്തവണ ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ഡയലോഗടി മാത്രമേ ഉള്ളൂ എന്നറിയില്ല. എന്തായാലും അതിർത്തിയിലൊക്കെ വീണ്ടും ഭീകരന്മാർ ക്യാമ്പൊക്കെ തുറന്ന് പണി തുടങ്ങിയിട്ടുണ്ട്, ട്രെയിനിങ് ഒക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതല്ല കുറച്ചുകൂടെ, കാരണം അവർക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ ലോകത്തിനു മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പാക് ജനതയുടെ ആ മനോവീര്യം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ആക്രമണം നടത്തിയേ പറ്റും. പക്ഷെ ഇത്തവണ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള അടി വെറുതെ ഒരു ചെറിയൊരു അടിയായിരിക്കത്തില്ല, നന്നായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണം. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഇപ്പോഴും 11 വിമാനത്താവളത്തിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തീർന്നാലല്ലേ അതുവഴി വിമാനം പറഞ്ഞ് ഇത് അയക്കാൻ ബോംബിടാൻ പറ്റൂ എന്നുള്ളതാണ് ഇത്. പിന്നെ ഈ അടുത്ത് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ ഇന്ത്യൻ നേവി കൂടുതൽ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതെല്ലാം അതായത് നമ്മൾ ഫുൾ ലോഡറാണ് നമ്മുടെ വിമാനങ്ങളും വാർഷിപ്പുകളും എല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സാധാരണഗതിയിൽ അങ്ങനെ വരുന്നതല്ല അത്. ആ ഒരു രീതിയിൽ കൂടെയാണ് പോകുന്നത്. ഏതായാലും യുദ്ധം ആസന്നമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എപ്പോൾ തുടങ്ങും, എപ്പോഴാണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഇപ്പോൾ ലോകത്താകെപ്പാടെ അതിന്റെ ക്രമം
വലിയ രീതിയിൽ തന്നെ ഉള്ള അലയൻസുകൾ ചേഞ്ച് ആകുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ചുകൂടെ കൂടുതൽ അടുക്കുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ചൈനയുമായിട്ടൊരു സംഘർഷത്തിന്റെ സാധ്യത നിലവിലില്ല. അവരുമായിട്ട് രമ്യത പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു കാര്യമായിട്ട് വരുന്നത്. പിന്നെ ചൈനയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണത്തിന് ഒരുങ്ങി പുറപ്പെട്ട നാളെ ട്രംപും ചൈനയും തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ട് നിൽക്കാം. പക്ഷെ ചൈന ഒരു അറ്റാക്കിന് വരില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം ചൈന ഭയക്കുന്നുണ്ട്. കാരണം ഭാവിയിൽ ഇന്ത്യ കൂടെ നിർത്തുന്നത് തന്നെയാണ് അവർക്ക് എപ്പോഴും നല്ലത്. കാരണം വ്യാപാരം ആണല്ലോ മെയിൻ, പൈസ ആണല്ലോ മെയിൻ. അപ്പൊ ഇന്ത്യ കൂടെ നിർത്തുന്നതാണ് നല്ലത്. പിന്നെ പുടിൻ പഴയ പുടിനല്ല. പുടിൻ ഇപ്പോൾ ഇതിന്റെ എല്ലാം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു റഷ്യ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഇതുപോലെ നമ്മളൊരു പുടിനെ കണ്ടിട്ടില്ല. ലോകത്ത് പറയുന്നത് സംഘർഷം നടന്നെങ്കിലും പുള്ളിയോ അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പുടിനായിരുന്നെങ്കിൽ ഇപ്പൊ സജീവമായിട്ട് തന്നെ പുടിനും മോദിയുമാണ് കളം നിറഞ്ഞ് കളിക്കുന്ന 2 താരങ്ങൾ എന്ന് പറയാം. കാരണം പെട്ടെന്ന് തന്നെ ഇന്ത്യയെ വിളിക്കുന്നു, ചൈനയെ വിളിക്കുന്നു, അങ്ങനെ ഒരു സഖ്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് സഖ്യം തകർക്കുക, ഒപ്പം സാമ്പത്തികമായി പിന്നോട്ടടിക്കുക. അതായത് ഇങ്ങനെ ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അമേരിക്കയുടെ സഹായം തേടും എന്നാണ് ട്രംപ് കരുതുന്നത്. ഇന്ന് വരെ നമ്മൾ മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ നമ്മൾ അമേരിക്കയുടെ സഹായം ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് തന്നിട്ടില്ല, അങ്ങനെ ആയുധം പോലും തന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഏതായാലും ഈ യുദ്ധം ഉണ്ടാകും. കരസേനാ മേധാവിയും പറഞ്ഞു ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം ഉണ്ടാകും എന്ന് നമ്മുടെ സൈനിക മേധാവി പറഞ്ഞു. പക്ഷെ ആണവായുധം പ്രയോഗിക്കുമ്പോൾ ഇല്ലയെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഹുങ്ക് അതാണ്. ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ അവർ അത് ഇടാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷെ അതൊന്നും ഏക്കാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രാജ്യം തന്നെ പിന്നെ ചിന്ന ഭിന്നമാകും. ഒരുപക്ഷെ ഈ ഒരു പുതിയ വാറിൽ ഏറ്റവും കൂടുതൽ റോള് കിട്ടാൻ പോകുന്ന നമ്മുടെ സേന നേവി ആയിരിക്കും. കാരണം നേവിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എയർഫോഴ്സും നമ്മുടെ ആർമിയും കൂടെ ആയിരുന്നല്ലോ ഈ പരിപാടി മുഴുവൻ നടത്തിയത്. അപ്പൊ അന്ന് ആ വാർത്താ സമ്മേളനത്തിലും പുള്ളി അത്ര ഒരു തൃപ്തനല്ലായിരുന്നു നേവിയുടെ. കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഏതായാലും ഇത്തവണ നേവിക്ക് വലിയ ചാൻസ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബ്രഹ്മോസ് കൂടുതലായി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത്തരത്തിൽ തന്നെയാണ്. അത് മാത്രമല്ല വാർഷിപ്പുകളും നമ്മുടെ ഇതുമെല്ലാം ഫുൾ ലോഡഡ് ആണ് ആയുധങ്ങൾ. സാധാരണ അങ്ങനെ ചെയ്യാറ് യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ഇത് ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഏത് നിമിഷവും അതിന് തയ്യാറാണെന്നാണ് ഇത് വരുന്നത്. ഏതായാലും ട്രംപിനെ കണ്ടാണ് മുനീർ ഇപ്പോൾ തുള്ളുന്നത്. ട്രംപിന്റെ തോളിലിരുന്ന് ഇന്ത്യയെ എന്തെങ്കിലും ചെയ്യാം എന്നൊരു ധാരണയാണ്. പക്ഷെ ആ ധാരണ വളരെ തെറ്റായ ഒരു ധാരണയായിരിക്കും. കാരണം പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ പണ്ട് അമേരിക്കയെ അഫ്ഗാനിസ്ഥാനെതിരെ പോരാടാൻ വേണ്ടി സഹായിച്ചതിന്റെ പരിണത ഫലമാണ് അവരുടെ ഒരു സാമന്തം. പിന്നെ ധനുഷ് ആദ്യം പറഞ്ഞ കണക്ക് ഉക്രൈന്റെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. അവരെല്ലാം കൂടെ തള്ളി ഉന്തി യുദ്ധത്തിന് വിട്ടു. ഇപ്പൊ ഉടുതുണി പോലും ഇല്ലാതെ കിടന്ന് യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. പക്ഷെ അമേരിക്ക നല്ല സമയം നോക്കി കാര്യം വാരുകയും ചെയ്തു. അപ്പം പക്ഷെ പാകിസ്ഥാൻ അങ്ങനെ ചെയ്യില്ലായിരിക്കും. പക്ഷെ എന്ത് കണ്ടിട്ടാണ് ട്രംപ് ഇതിന് മാത്രം കരാറുകൾ കൊടുക്കുന്നതെന്നാണ് ലോകമാധ്യമങ്ങൾ ചോദിക്കുന്നത്. പാകിസ്ഥാന് ഒരുപാട് കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. ആ കരാറൊക്കെ വിചിത്രമായ കരാറാണ്. അവിടുത്തെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പോലും അവിടെ എണ്ണയുണ്ടെന്ന് പറയുന്നില്ല. ട്രംപ് അവിടുന്ന് എന്തായാലും എണ്ണ കുഴിച്ചെടുത്ത് ഇന്ത്യക്ക് കച്ചവടം ചെയ്യുന്നതിന്റെ അവർ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രസ് മെറ്റീരിയൽസിന്റെ ഇതുണ്ട്. അതൊക്കെ എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് അറിയില്ല. ട്രംപ് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇന്ത്യ തകർക്കുക സാമ്പത്തികമായിട്ടും മറ്റും, എന്നിട്ട് എന്റെ കാല് പിടിപ്പിക്കുക. എപ്പം ഞാൻ അവർക്ക് ഇത് പറയും എന്നുള്ളത്. പക്ഷെ രണ്ടും മോഹം നടക്കാൻ മുതൽ അടി എന്തായാലും നടക്കും. അതോടുകൂടി തന്നെ ഒരു പിക്ചർ ക്ലിയർ ആകുകയും ചെയ്യും.